നമസ്കാരം. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെ അന്തകനായി മാറിയതോടെ ലോക ക്രിക്കറ്റിലെ പുതിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ശ്രീലങ്കയുടെ സ്പിന്നറായ ജെഫ്രി വാൻഡർസായ്. ലങ്ക 32 റൺസിന്റെ അട്ടിമറി ജയം കുറിച്ച പോരാട്ടത്തിൽ ഇന്ത്യയെ വാൻഡർസായ് ഏറെക്കുറെ തനിച്ചാണ് തീർത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ മുഴുവൻ വിക്കറ്റുകളിൽ 6 വാൻഡർസായ് പോക്കറ്റിലാക്കുകയായിരുന്നു. 10 ഓവറിൽ 33 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് വാൻഡർസായ് 6 പേരെ മടക്കിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗില്ല, വിരാട് കോഹ്ലി, ശിവം ദുബെ, ശ്രേയസ് അയ്യർ, രാഹുൽ തുടങ്ങിയ മുൻനിര ബാറ്റർമാരെ എല്ലാം അദ്ദേഹം പുറത്താക്കുകയായിരുന്നു. റൺചേസിൽ ഒരു ഘട്ടത്തിൽ അനായാസ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഇന്ത്യ. 241 റൺസ് പിന്തുടർന്ന ഇന്ത്യ 14-ാം ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 96 റൺസ് എന്ന നിലയിലായിരുന്നു. പിന്നീട് കണ്ണടച്ച് തുറക്കും വേഗത്തിലായിരുന്നു ഇന്ത്യ തകർന്നടിഞ്ഞിരുന്നത്. 36 ഓവർ ആവുമ്പോഴേക്കും ഇന്ത്യ 8-ന് 190 റൺസ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഇതിന് കാരണക്കാരൻ വാൻഡർസായ് തന്നെയായിരുന്നു. ലങ്കയുടെ തുറുപ്പുചീട്ടായി മാറിയ ഈ സ്പിന്നർ ആരാണ്? വിശദമായി നോക്കാം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ചരിത്രം എടുത്താൽ ഒരു ബൗളറുടെ ഏറ്റവും മികച്ച 6ാമത്തെ പ്രകടനം കൂടിയാണ് വാൻഡർസായ് തന്റെ പേരിൽ കുറിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് ശ്രീലങ്കയുടെ മുൻ സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരനാണ്. 2000-ൽ ഷാർജയിൽ നടന്ന കളിയിൽ ഇന്ത്യക്കെതിരെ 30 റൺസിന് 7 വിക്കറ്റുകളാണ് അദ്ദേഹം കടപുഴക്കിയത്. 2015-ലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 34-കാരനായ വാൻഡർസായ് അരങ്ങേറിയത്. കൊളംബോയിൽ പാകിസ്ഥാനുമായുള്ള T20 മത്സരത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. T20-യിൽ ഇതുവരെ 14 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള അദ്ദേഹം 7 വിക്കറ്റുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ബാറ്റിംഗിൽ 20 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. 2022 ഫെബ്രുവരിക്ക് ശേഷം ലങ്കയ്ക്കായി T20-യിൽ വാൻഡർസായ് കളിക്കുകയും ചെയ്തിട്ടില്ല. ഏകദിനത്തിലും 2015-ൽ തന്നെയാണ് അദ്ദേഹം അരങ്ങേറിയത്. പക്ഷെ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ വാൻഡർസായ്ക്ക് സാധിച്ചില്ല. ന്യൂസിലൻഡുമായി കന്നി ഏകദിനത്തിൽ കളിച്ച വാൻഡർസായ് ഇതുവരെ വെറും 22 മത്സരങ്ങളിൽ മാത്രമേ പന്തെറിഞ്ഞിട്ടുള്ളൂ. ഇവയിൽ നിന്നും വീഴ്ത്തിയതാകട്ടെ 33ഓളം വിക്കറ്റുകളാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റ് കൂടാതെ ഒരു ടെസ്റ്റിലും വാൻഡർസായ് കളിച്ചിട്ടുണ്ട്. 2002-ൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഇത്. ഒരേ ഒരു വിക്കറ്റ് മാത്രമായിരുന്നു ഈ ഒരു ടെസ്റ്റിൽ താരം വീഴ്ത്തിയത്. എന്തായാലും ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർമാരെ മടക്കി അയച്ചതോടെ വാൻഡർസായ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സ്പിന്നറിന്റെ പേരായിരിക്കും ഇനി ലോകം അറിയാൻ പോകുന്നത്.